Assalamualaikum. Welcome back to our channel. സാധാരണ നമ്മൾ വീക്കെൻഡിൽ പുറത്തെവിടെയെങ്കിലും പോകാറാണ് പതിവ്. അപ്പം അത് കാരണം ഷോപ്പിംഗ് കാര്യങ്ങൾ അങ്ങനെയൊന്നും കറക്റ്റായിട്ട് നടക്കാറില്ല. പിന്നെങ്കിലും ഞാൻ ഷോപ്പിങ്ങിന് പോകുന്നെങ്കിൽ തന്നെ പിള്ളേരൊന്നും കൊണ്ടുപോകാറില്ല. ഞാൻ മാത്രം പോയിട്ടാണ് ഷോപ്പിംഗ് ചെയ്തിട്ടൊക്കെ വരാറ്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞ് കിടക്കുന്ന കാരണം ഇന്നത്തെ വീക്കെൻഡിൽ നമ്മൾ പ്ലാൻ ചെയ്തുള്ള ഒരു ഷോപ്പിംഗ് ചെയ്യാമെന്നാണ്. അപ്പോൾ ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്ര വലിയൊരു ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഇപ്പോൾ ക്ലൈമറ്റൊക്കെ മാറി വരെയാണ്. അപ്പോൾ പിള്ളേർക്ക് കുറച്ച് ജാക്കറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് എങ്ങനെ പോകുന്നുണ്ടെങ്കിലും ജാക്കറ്റ് ഇല്ലാതെ പുറത്ത് പോകാൻ പറ്റില്ല. കാരണം തണുപ്പ് കൂടി വരെയാണ്. അപ്പോൾ നമുക്കത് ശരിക്കും സിറ്റി സെൻറ്ററിൽ പോകാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിറ്റി സെൻറ്ററിൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് വ്ളോഗ് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ നമുക്ക് നീങ്ങാം. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മൾ എവിടെ പോണേ ഇപ്പോ? സിറ്റി സെന്റർ. ഓക്കെ, അപ്പൊ നമുക്ക് സിറ്റി സെന്ററിൽ പോവാം. സാനിനെ കാണിച്ച് കണ്ടില്ല, ആരും കണ്ടില്ല സാനിനെ. സാനിയുടെ ഫ്രണ്ട് പോവാ. ഹലോ മൈ ന്യൂ ജെറ്റ്മാൻ. ശരി ശരി, ഓക്കെ. ശരി, ഓക്കെ. അപ്പൊ നമുക്ക് യാത്ര തുടങ്ങാം. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. അപ്പോൾ അത് ബർവേലും കൂടെ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ബർവേലും കൂടിയും കയറിയിട്ടാണ്ട് പോവാം. ബർവ വില്ലേജിൽ വന്നു. സെൻട്രൽ പോയിന്റ് മാക്സ് അവിടെ കയറാമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അവിടെ കയറാമെന്നുള്ള പ്ലാനിലാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നപ്പോൾ ഫാമിലിയും കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഇവിടെ വലിയൊരു ലൈനിൽ തന്നെ ഉണ്ട്. ഈ ത്രാസ് ആപ്പും ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലപ്പോൾ ഇതിലും കൂടുതൽ ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മൾ ആ പരിപാടി സ്റ്റോപ്പ് ചെയ്തിട്ട് നേരെ ഇവിടെ നിന്ന് തിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് സലാമത്ത് റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിലാണ്. നമ്മളവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ബർവേലൊന്ന് കയറി. ബർവേൽ എന്തിനാ ഇപ്പോൾ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ചതിന് ശേഷം തുടങ്ങാമെന്ന് കരുതി. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചായ കുടിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് സാധാരണ നമ്മൾ ബർവേൽ വന്നു കഴിഞ്ഞാൽ തനിനാടൻ റെസ്റ്റോറൻറ്റിലാണ് പോവാറ്. ഈ തനിനാടനിൽ ബർവേൽ വരാൻ കാരണം എന്താ വെച്ചാൽ അവിടെ ഈവനിങ് വന്നു കഴിഞ്ഞാൽ നല്ല പലഹാരങ്ങളുണ്ടാവും ചായയുടെ കൂടെ കൂട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് പ്ലാൻ ചെയ്ത് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് പൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൊട്ടടുത്തുള്ള സലാമത്തിൽ കയറിയത്. സലാമത്തിലാണെങ്കിൽ ഈ പരിപ്പോട, പഴംപൊരി അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. ഈ ചിക്കൻ റോള് അങ്ങനത്തെ സംഭവങ്ങൾ, മുട്ട റോള് അങ്ങനെയൊക്കെയാണ്. എങ്കിലും നമുക്ക് എന്തായാലും ഇവിടുന്ന് ചായ കുടിച്ചിട്ട് യാത്ര തുടങ്ങാമെന്ന് കരുതി. ഓൾറെഡി 5:51 ഇപ്പം നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. കാരണം ബർവേൽ സെൻട്രൽ പോയിന്റിന്റെ ഫ്രണ്ടിൽ ആളുകൾ ഇത്രയും തിരക്കിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ഇനിയിപ്പോൾ സിറ്റി സെന്ററിൽ പോയിട്ട് എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം സിറ്റി സെന്ററിൽ. അവിടെ ഇനിയിപ്പോൾ തിരക്കാണോ? കാരണം വീക്കെൻഡ് ആയതുകൊണ്ട് എന്തായാലും നല്ല തിരക്ക് ഉണ്ടാവുമെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഞാൻ ചായ ഒന്ന് കുടിക്കട്ടെ. അല്ല, നേരത്തെ ചായ വരുന്ന കണ്ടപ്പോൾ കരുതി എനിക്കാ കൊണ്ടുവരുന്നതെന്ന്. പക്ഷെ അത് എനിക്കായിരുന്നില്ല. കാരണം ഇവിടെ ഒരുപാട് വേറെ വണ്ടികൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ വണ്ടികളിലെല്ലാം ഓർഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ വെയിറ്റ് ചെയ്യണ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ചാനലിനോട് ചോദ്യങ്ങൾ ചോദിച്ചാലോ? ആക്ച്വലി സാനിക്കാണ് പഠിക്കാനുള്ളത്, നോ അബൌട്ട് ഖത്തർ. പക്ഷേ സാനിക്ക് ഇപ്പോൾ അതിൻ്റെ ആൻസർ പറയാൻ മൂടുണ്ടാ? അവന് മൂടില്ല. അപ്പം അതുകൊണ്ട് നമുക്ക് ചാലുവിനോട് ചോദിക്കാം. ചാലു, ശരി ശരി, നമ്മളെ ചായ എത്തി. ഓക്കെ, ഇപ്പോൾ ചായ ഇപ്പോൾ കൊണ്ടുവന്നു, കണ്ടില്ലേ? ചായ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ചായ ഒന്ന് കുടിക്കട്ടെ. ചായ കുടിച്ചതിൻ്റെ ശേഷം ബാക്കി വിശേഷങ്ങൾ. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ട് റോഡിലാണ്. എയർപോർട്ട് റോഡ്, പിന്നെ അതിന് ശേഷം കോർണേഷൻ, അങ്ങനെയാണ് നമ്മൾ സിറ്റി സെൻറ്ററിൽ പോകുന്നത്. ഖത്തറിലുള്ള എല്ലാവരും സിറ്റി സെൻറ്ററിൽ പോയിട്ടുണ്ടാവും. എല്ലാവർക്കും അറിയാവുന്നതാണ് സിറ്റി സെൻറ്റർ. പിന്നെ നൈറ്റിൽ കോർണേഷും എയർപോർട്ട് റോഡും ഒക്കെ കാണാൻ വേണ്ടി പ്രത്യേക ഭംഗിയാണ്. അവിടുത്തെ ലൈറ്റ് കാര്യങ്ങളതെല്ലാം. അത് നമ്മളിപ്പോൾ എത്ര വീഡിയോ എടുക്കേണ്ടതെന്ന് കരുതി കഴിഞ്ഞാലും ആ നൈറ്റിൽ ആ പോകുന്ന സമയത്ത് ആ ഭംഗി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും വീഡിയോ എടുത്ത് പോകും.
ഇപ്പോൾ ഇതാ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കോർണേഴ്സ് റോഡിലെത്തി. കോർണേഴ്സ് റോഡിലെത്തിയതിന് ശേഷമാണ് നമുക്ക് കുറച്ച് തിരക്കൊക്കെ ഫീൽ ചെയ്ത് തുടങ്ങിയത്. കാരണം നമ്മൾ എയർപോർട്ട് റോഡിലാണ് സമയത്ത് അത്രയധികം വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. കോർണേഴ്സ് റോഡിലെത്തിയത് മുതൽ കുറച്ച് ട്രാഫിക്കൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ പിന്നെ കുറച്ച് സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്തത്. കോർണേഴ്സിൽ തിരക്കാണെന്നുള്ളത് പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കോർണേഴ്സിലാണ് എല്ലാ ആളുകളും വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നതെന്ന് പറയാം, കൂടുതൽ ആളുകളും. പിന്നെ അവിടെ തന്നെയാണ് മിയ പാർക്ക്, പിന്നെ മ്യൂസിയം, അതേപോലെ ഷെറട്ടൻ്റെ ഗാർഡൻ, അങ്ങനെ ഏറെക്കുറെ എല്ലാതും അവിടെ ഉള്ളത് കാരണം കുറേ പേര് അവിടെ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരും. അപ്പം പിന്നെ പ്രത്യേകിച്ച് അവിടെ തിരക്കായിരിക്കും. നമ്മളിപ്പോൾ സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് എത്താറായി. ആക്ച്വലി സിറ്റി സെൻറ്ററിൽ വരുന്നത് ഏറ്റവും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മെട്രോയിൽ വരുന്നതാണ്. കാരണം മെട്രോയിൽ വരുന്ന സമയത്ത് തിരക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് തന്നെ സ്റ്റോപ്പ് ഉണ്ട്. അവിടെ വന്നിട്ട് ഇറങ്ങാം, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാം, അതേപോലെ മെട്രോയിൽ തിരിച്ചു പോവുകയും ചെയ്യാം. നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറിലും കൂടുതലായി സിറ്റി സെൻറ്ററിൻ്റെ അടുത്ത് എത്തി. പക്ഷേ പാർക്കിംഗ് നോ ചാൻസ്. അരമണിക്കൂറോളമായി ഇപ്പോൾ നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം ഇവിടെ. പക്ഷേ പാർക്കിംഗ് കിട്ടണില്ല. 1 മിനിറ്റ്. ഇത് നോ എൻട്രി ആയിരിക്കും. അല്ല അങ്ങനെ ഒരു 3/4 മണിക്കൂറോളം നമ്മളിവിടെ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് റൗണ്ട് അടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ഇത് പാർക്കിംഗ് കിട്ടി. നല്ല തിരക്കാണ്. അപ്പോൾ എന്താണ് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്നറിയില്ല. പോയി നോക്കാം അതിൻ്റെ ഉള്ളിൽ എന്താണ്. അപ്പോൾ പിള്ളേരൊക്കെ ഇതേ മാസ്ക് ഒക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങി. നമുക്ക് ഉള്ളിൽ പോയി നോക്കാം. കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് തന്നെ. അപ്പോൾ കുറച്ചാണ് നടക്കാനുണ്ടായിരുന്നു. അപ്പോൾ ആ തിരക്കിൽ പിന്നെ ഹാനിനെ കൈ പിടിച്ച് നടക്കണ്ടായിരുന്നില്ല. അവനെ ഞാൻ എടുത്തു. എന്നിട്ട് എൻട്രൻസിൻ്റെ അങ്ങോട്ടാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മൾ മാളിലേക്ക് എൻട്രി ചെയ്താൽ തന്നെ അവിടെ സാനിറ്റൈസർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ കയറിയപ്പോൾ തന്നെ നല്ല തിരക്ക്. അതോടുകൂടി ഞങ്ങളുടെ ക്യാമറമാന് പിന്മാറി വീഡിയോ എടുക്കണേന്ന്. അപ്പോൾ പിന്നെ ആര് വീഡിയോ എടുക്കും എന്നുള്ളത് തിരക്കായി. അതിനുശേഷം പിന്നെ അത് ഏറ്റെടുത്തത് ചാലുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങൾ കാണുന്ന കുറച്ച് വീഡിയോസ് അവൻ്റെ ആ ഹൈറ്റ് ലെവൽ വെച്ചിട്ടായിരിക്കും. ഖത്തറിലെ ഒരു ഓൾഡസ്റ്റ് ഷോപ്പിംഗ് മാളാണെന്ന് പറയാം സിറ്റി സെൻറ്റർ. പക്ഷേ അത്രയധികം ഓൾഡല്ല. ഇപ്പോഴും അത് റിനോവേഷനൊക്കെ ചെയ്തിട്ട് നല്ല സൂപ്പറായിട്ടാണ് ഉള്ളത്. ഒരുപാട് ആളുകൾ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് സിറ്റി സെൻറ്ററിൽ. കാരണം നമുക്ക് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും അവിടെ ഉണ്ടെന്ന് പറയാം. കാരണം ബാങ്ക്, അതേപോലെ എല്ലാ ബ്രാൻഡഡ് ഷോപ്പ്, പ്ലേ ഏരിയ, അങ്ങനെ എല്ലാതും, ഫുഡ് കോർട്ട്, അങ്ങനെ എല്ലാം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് മിനി ഗോൾഫാണ്. ആക്ച്വലി ഇത് വർക്കിങ്ങിലല്ല, ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നേ ഉള്ളൂ. ഇത് മുമ്പ് അവിടെ ഐസ് സ്കേറ്റിങ്ങിനായിട്ട് സെറ്റാക്കിയുള്ള സ്ഥലമായിരുന്നു. ഇപ്പോഴാണിത് റിനോവേഷൻ ചെയ്തിട്ട് ഇപ്പോൾ ഈ മിനി ഗോൾഫ് ആക്കുന്നത്. ഇപ്പോൾ ഇത് കൊറോണയുടെ ടൈം ആയതുകൊണ്ടാവണം അത് ഓപ്പൺ ആയിട്ടൊന്നുമില്ല. ഏറെക്കുറെ പണികളെല്ലാം ഫിനിഷിംഗ് സ്റ്റേജിലായിട്ട് നിൽക്കുകയാണത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഇത് ഓൾമോസ്റ്റ് ഒരു 400 ഷോപ്സ് ഉണ്ട് സിറ്റി സെൻറ്ററിൽ. നമ്മളിപ്പോൾ കാരിഫോറിൽ പോകാനാണ് പ്ലാന്. അപ്പോൾ നമ്മൾ കാരിഫോറിൽ ട്രോളിയൊക്കെ എടുത്തു. ഇനി നമുക്ക് ഉള്ളിൽ പോവാം. ശരിക്കും കാരിഫോറിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ അലൗഡ് അല്ല. അപ്പോൾ അത് കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കാരിഫോറിൽ നിന്ന് ഇപ്പോൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്ത് വെച്ചിട്ട് വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മളുടെ കാരിഫോറിലെ പർച്ചേസിങ് കഴിഞ്ഞു. കാരിഫോറിലെ പർച്ചേസിങ് കഴിഞ്ഞ് അടുത്തത് നമ്മൾ മാക്സിലേക്കാണ് പോകുന്നത്. കണ്ടില്ലേ, പർച്ചേസിങ് കഴിഞ്ഞു. ഇനി അടുത്ത് മാക്സിലോട്ട് പോവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെയും എടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം.
സിറ്റി സെൻറ്റർ മൊത്തമായിട്ട് 5 ഫ്ലോറിലാണ് കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോകുന്നത് മാക്സിലേക്കാണ്. മാക്സ് 3rd ഫ്ലോറിലാണുള്ളത്. അപ്പോൾ നമുക്ക് മാക്സിലോട്ട് പോവാം. വീക്കെൻഡ് ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് എല്ലായിടത്തും. കണ്ടില്ലേ, പിള്ളേരെ നോക്കാൻ കാരണം ഭയങ്കര പാട്. കാരണം പിള്ളേർ ഈ തിരക്കിൻ്റെ ഇടയിൽ ഓടുന്ന സമയത്ത് അവന്മാരെ പിടിക്കണം. കൂട്ടം തെറ്റി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വീഡിയോ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും എടുക്കാൻ പറ്റണില്ല. അപ്പോൾ വീഡിയോ വളരെ ഷോർട്ട്. ഹാനി കണ്ണെവിടെ, മൂക്കെവിടെ, മൂക്ക് കണ്ണെവിടെ, ചെവിയോ, ചെവി കാണിച്ച ചെവി. ഓ, അവന് കാണിക്കാനൊക്കെ മൂടില്ല. ഇപ്പം ഞാൻ നിൽക്കുന്നത് മാക്സിൻ്റെ ഉള്ളിലാണ്. മാക്സിൻ്റെ ഉള്ളിൽ ഒരുപാട് ആളുകളുണ്ട്. ആക്ച്വലി അവിടെ ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്. അപ്പോൾ ഓഫറുള്ളത് കൊണ്ടും പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ടും നല്ല തിരക്കാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഞാനൊരു ഭാഗത്ത് മാറി നിൽക്കുകയാണ്. വൈഫാണ് എന്നിട്ട് സെലക്ട് ഒക്കെ ചെയ്യുന്നത് എല്ലാതും. മാക്സിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 10, 20, 30 ഓഫറാണ്. അപ്പോൾ അത് കാരണം ഷോപ്പിംഗ് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് തോന്നി. കാരണം 3 ആൾക്കും ഒരേ ടൈമിൽ സൈസ് കറക്റ്റ് ആക്കുക എന്നുള്ളത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിരുന്നു. കാരണം ചാലിന് കിട്ടിക്കഴിഞ്ഞാൽ സാനിക്ക് കിട്ടുന്നില്ല, 2 പേർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹാനിക്ക് കിട്ടുന്നില്ല. കുറച്ച് നേരം അവന്മാർ എൻ്റെ കൂടെ അവിടെ വെയിറ്റ് ചെയ്ത് നിന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതൊരു നിലക്ക് പോവില്ല എന്ന് മനസ്സിലായത് കൂടിയിട്ട് അവരെന്താക്കി, അവർ സ്വന്തമായിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങി. ഇനി അവർ സ്വന്തമായിട്ട് ഷോപ്പിംഗ് ചെയ്യുന്നതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം. ഹാനി പർച്ചേസിങ് ഇല്ല, അവന് ആ ഷർട്ട് ഇഷ്ടമായി. ഹാനിക്കാണെന്നുണ്ടെങ്കിൽ ആ ചെരുപ്പ് നല്ല രീതിയിൽ ഇഷ്ടമായി. ആരോ സൈസ് നോക്കിപ്പോയ ചെരുപ്പാണ്. ആൾക്കത് ഭയങ്കര ഇഷ്ടമായി. ആൾ കുറേ നേരം ഇപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്നു. ഹാനി അത് ഫൈനലായിട്ട് ഡിസൈഡ് ചെയ്തു അത് എടുക്കണില്ല എന്നുള്ളത്. അപ്പോൾ ആൾ ചെരുപ്പൊക്കെ അവിടെ ഊരിയിട്ട് അവൻ്റെ സ്വന്തം ചെരുപ്പ് ഇട്ടു. അടുത്തത് നമുക്ക് കുറച്ച് ചാലുവിൻ്റെ ഷോപ്പിംഗ് കാണാം. ചാലുവിന് വേണ്ട ഷർട്ട് ചാലു സെലക്ട് ചെയ്യണം. എത്ര സൈസ് അത്? 7 to 8 വരില്ല. അതിൻ്റെ വലിയ സൈസ് ഉണ്ടെന്നൊക്കെ, അതിൻ്റെ വലിയ സൈസ് നോക്കും. 7 to 8 ചാലുവിന് ടൈറ്റ് ആയിരിക്കും. സെവൻ ടു എയ്റ്റ് അതുള്ള ലാസ്റ്റ്. 7 to 8 ടീഷർട്ട് അതില്ല. ഓ, അത് ഇടാൻ പറ്റുമോ? എന്നിട്ട് എടുത്തു നോക്കിയേ. പറ്റുമോ? എടുക്കാൻ പറ്റുമോ? ഏത് പോയത്? അത് അല്ല, അത് ചെറുതാണ്. അത് ഇഷ്ടമെങ്കിൽ അത് എടുത്തോ. അത് താഴത്ത് മടക്കി വെച്ചിട്ടുണ്ടായിരിക്കും. ആ മടക്കൂരിയ താഴത്ത്
ഷാലു ഷോപ്പിങ്ങിലാ. ഞാൻ നോക്കിയിട്ടൊന്നും കിട്ടുന്നില്ല. എനിക്ക് നല്ല തിരക്ക്. എനിക്ക് പറ്റിയതല്ലോ. ഓക്കെ, അത് ഇഷ്ടമായ? അപ്പൊ അതെടുത്തോ. അത് വേണ്ട. നല്ല പട്ടികളാക്കി വിൽക്കാൻ പോണ്. അല്ലെങ്കിൽ ഇവിടെ പട്ടികൾ വേണ്ട. എണീക്ക അവിടുന്ന്. ചൂടൊക്കെ നല്ല ചൂടാ. മെട്ടാട് കവയിട്ട് ചൂടെടുത്ത് വയ്യ. അങ്ങനെ മെട്ടായി വാങ്ങിച്ചത് പേരാണ് അറിയില്ല. ഗാലക്സി. ഗാലക്സി ഈ മെട്ടായാണ് വാങ്ങിച്ചത്. ഇതിപ്പോ ചൂടെടുത്ത് ഒഴിഞ്ഞു പോയി. അതിപ്പാണ് ഹാന കഴിക്കണേ. ഒഴിഞ്ഞു പോയ സാധനം ഇങ്ങനെ കഴിക്കാൻ നടക്കാൻ തന്നെ പറ്റുള്ളൂ. ഇവിടെ നല്ല ചൂടാണ്ടാ. എല്ലാവരും ഇല്ലേ ഈ മാക്സിൽ കേറുമ്പോഴും ഒരു ഫാനും എടുത്തുക്കോ. ഫാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന പഠിപ്പിച്ചാ നല്ല ചൂടായിരിക്കും. ആ ഫാൻ വാങ്ങിച്ചിട്ടില്ല. ഒരു ഫാൻ ഉണ്ടാക്കിട്ട് പോലുമില്ല. എന്റെ മെട്ട വാങ്ങിച്ചു കാണിച്ചാക്ക് ഭാഗ്യത്തിന് മൂടി ഇട്ടി. അത് കഴിഞ്ഞിട്ട് വീശി കയ്യം കഴിക്കും. എന്റെ കയ്യ ഈ കൈ വെച്ച് അപ്പൊ ഈ കൈ തിരിച്ചു ഓരോ കൈ വെച്ച് ചെയ്യുമ്പോ എന്റെ അടുത്ത ഹാനിത് അവനക്ക് വേണ്ട ഡ്രസ് നോക്കുന്നുണ്ട്. മറ്റേ മാൻ നോക്കണ്ടു. മറ്റമാന്റെ കൊടുക്കട സാനിക്ക് സെലക്ട് ചെയ്യാൻ. വെച്ച് നോക്കിയാ സാനിക്ക് ഹാനിക്കോ? എനിക്ക് അവിടുന്ന് ചാർജിങ് ബീക്കാണ്. അവട്ടന്നെ തള്ളു പോയി.
പക്ഷെ കുട്ടപ്പോയാണ്. മൂന്നാളുടെയും ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കോർട്ടിൽ കയറി. നമ്മളിപ്പോൾ KFC ഓർഡർ ചെയ്തു, എന്നിട്ട് വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ആദ്യം കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരിക്കാനൊക്കെ കൂടെ സൗകര്യം ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇരിക്കായിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കൊറോണ ഒക്കെ ആയതിനു ശേഷം അതൊക്കെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇരിക്കാനുള്ള സൗകര്യമില്ല. അപ്പോൾ നമ്മളുടെ പ്ലാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാർസൽ വാങ്ങിച്ചുകൊണ്ട് പോകാമെന്നുള്ളതാണ്. എന്നിട്ട് വണ്ടിയിലിരുന്ന് കഴിക്കാനുള്ള പ്ലാനാണ്. ഇവിടെ ഓൾറെഡി ഭയങ്കര തിരക്കായ കാരണം നമ്മളുടെ പ്ലാൻ എല്ലായിടത്തും വീക്കെൻഡിൽ ഭയങ്കര തിരക്കാണ്. ലാസ്റ്റ് ഇത് ടേബിളിൻ്റെ മുകളിൽ കയറിന്നിട്ടാണ് KFC കഴിക്കുന്നത്. ഈ തീറ്റ കട്ടിപ്പിച്ച് ഇവിടെ ഇരുന്നതാ. തീറ്റ ഒന്നും കിട്ടില്ല. ആർക്കാരും നെഞ്ഞിട്ട് നിൽക്കാൻ ചായ തീറ്റ കണ്ടിട്ട് കാരണം ചായ ഇവിടെ ഇരിക്കാണ്. അവസാനം നമുക്കിത് സീറ്റ് കിട്ടി. നമ്മളിവിടെ സീറ്റിൽ ഇരിക്കുകയാണ്. എന്നിട്ട് KFC കഴിച്ചു തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റ് കിട്ടി. ഞങ്ങളിത് KFC കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല വിശപ്പുണ്ട്, വിശപ്പ്. KFC ഒക്കെ തിന്ന് കഴിഞ്ഞു. വാഷ്റൂമിൽ വന്ന് കൈയൊക്കെ കഴുകി ഇനി നമ്മളുടെ പ്ലാൻ തിരിച്ചു പോകാന്നുള്ളതാണ്. KFC ഒക്കെ ഈ മാർക്കറ്റ് ചെവി തന്നെ പോലെ ചെവിയിൽ കിട്ടിട്ടുണ്ടെങ്കിൽ ചെവിന് ഊരാൻ പോണ്. എന്തുകൊണ്ടപ്പോ ചെവിയിൽ കിട്ടിയിട്ടുള്ളത്? കാരണം മാസ്ക് ഇടണ്ടേ. എന്തിനാ മാസ്ക് ഇടുന്നപ്പോ? അല്ലെങ്കിൽ നമുക്ക് കൊറോണ വരും. അവർക്ക് നമ്മള് മാസ്ക് ഗ്ലൗസ് ഇട്ടില്ല, ഗ്ലൗസും ഇടണം. എല്ലാം സ്ഥലത്ത് ചിലപ്പോൾ സാനിറ്റൈസർ ഉണ്ടാവും, അതെടുത്താൽ സാനിറ്റൈസർ ചെയ്യണം. സാനിറ്റൈസർ ഇസ് ഗുഡ്. സാനിയോട് പോയി സാനിയുടെ വാഷ്റൂമിൽ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പർച്ചേസിങ് എല്ലാം കഴിഞ്ഞു. ഇനി നമ്മളിവിടുന്ന് പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഫ്രൈഡേ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ നമുക്കിത് ഇവിടെ സമയം ഇപ്പോൾ 11:50 അപ്പോൾ ഇവിടെ ആളുകളൊക്കെ കുറേയൊക്കെ ഒഴിവായി. കണ്ടില്ലേ, കടകളൊക്കെ കാലിയായി തുടങ്ങി. ഒരുപാട് വണ്ടികൾ പാർക്കിങ്ങിൽ ഉണ്ടായിട്ട് പാർക്കിംഗ് ഒന്നും ഇല്ലാണ്ടിരുന്ന സ്ഥലമാണ്. അല്ലേ, നമ്മളിപ്പോൾ പുറത്തിറങ്ങി നോക്കിയപ്പോഴേക്ക് ആകെ വിരലിലെണ്ണാവുന്ന വണ്ടികളേ ഉള്ളൂ. നമ്മളെ വണ്ടി അതേ കിടക്കുന്നു. ബാക്കി എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ട്രോളികളാണ് ഫുള്ളായിട്ടുള്ളത്. ഇല്ലേ, ഫുള്ള് ട്രോളിയാണുള്ളത്. ബാക്കി ഇവിടെ ആകെ വിരലിലെണ്ണാവുന്ന വണ്ടികളേ ഉള്ളൂ. ഹലോ ഹലോ ഓട്ടോടെ വണ്ടി വരുന്നുണ്ടോ അവിടുന്ന്? ആനി അവിടുന്ന് ഓടി വരുന്നു. ഉള്ള വണ്ടി അടുത്തെത്തി. ആകെ കുറച്ച് വണ്ടികൾ മാത്രമല്ല, ഫുള്ള് ട്രോളിയാണ് കിടക്കുന്നത്. എല്ലായിടത്തും ട്രോളിയാണ് കിടക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഷോപ്പിംഗ് പ്ലസ് ഈവനിങ് വ്ളോഗ് എന്ന് പറയാം അതിവിടെ അവസാനിക്കുകയാണ്. ഇപ്പോൾ ഫുഡ് അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ടയർഡായി.
അപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ഒന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം വീക്കെൻഡായ കാരണം നല്ല തിരക്കുണ്ടായിരുന്നു മാളിൽ. പിന്നെ നമുക്ക് പാർക്കിംഗ് കിട്ടാനും ഒരുപാട് നേരം എടുത്തു. ഇപ്പോൾ ഇവിടെ എല്ലാം കാലിയൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ച് ലേറ്റ് അങ്ങനെയായി. എങ്കിലും നമുക്ക് മാക്സിമം നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ എടുത്തു. പക്ഷേ ക്യാരി ഫോണിൻ്റെ ഉള്ളിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അവിടെ ഓൾറെഡി സെക്യൂരിറ്റി പറഞ്ഞു വീഡിയോ അലൗഡ് അല്ലാന്ന്. എങ്കിലും നമുക്ക് പറ്റണത്തോളം നമ്മളെടുത്തു. അപ്പോൾ എല്ലാവർക്കും ബായ് പറയുന്നു. ഇനിയൊരു പുതിയ വ്ളോഗുമായി വരുന്നവരെ എല്ലാവർക്കും മാസലാമ. ഞങ്ങളുടെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടി ഓണാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ദ സ്പോട്ട് കിട്ടും. ഇനിയൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ടിങ് ടിങ് ആയിട്ട് ഓൺ ആക്കുക.